മോഡലിങ്ങിൻ്റെ മറവിൽ ഇന്ത്യയിലും വിദേശത്തും പെൺവാണിഭം നടത്തുന്ന സംഘത്തെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. നല്ലൊരു കാച്ചാണ് മരട് പോലീസിൻ്റെ. 2 യുവതികൾ അവിടെ പരാതിപ്പെട്ടു. അവർ മോഡലിംഗ് ആയിട്ട് ആ യുവതികൾ ഇന്ത്യക്ക് വെളിയിൽ പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് മോഡലിംഗ് അല്ല മെയിനായിട്ട്, ഒരു പെൺവാണിഭമാണ് നടത്തുന്നത്, അങ്ങനെ പണം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ആ ചതിക്കുഴി വീണ 2 സ്ത്രീകൾ അവിടുന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. ലഹരി മരുന്ന് നൽകും ഇവർക്ക്, അതുപോലെ ഇവരെ നഗ്നചിത്രങ്ങളെടുക്കും, അതൊക്കെ വിറ്റ് കാശാക്കും. അങ്ങനെ വളരെയധികം മലയാളികളും ഇന്ത്യക്കാരും സ്ത്രീകളും വിദേശത്ത് ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ധാരാളം സ്ത്രീകളെ ഇവരിങ്ങനെ മോഡലിംഗ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന 2 സ്ത്രീകളെ എറണാകുളത്ത് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നൊരു അലീന എന്ന് പറഞ്ഞ ലേഡിയാണ്, അവർ തിരുവനന്തപുരംകാരിയാണ്. അവരോടൊപ്പം സിന്ധു എന്ന മറ്റൊരു സ്ത്രീ തിരുവനന്തപുരംകാരിയുണ്ട്. ഈ 2 പേരെയാണ് എറണാകുളത്ത് ഇപ്പം മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അലീന അവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഏതായാലും 2 പെൺകുട്ടികൾ വിദേശത്തുനിന്ന് വന്ന് മരട് പോലീസ് പരാതിപ്പെട്ടപ്പം അലീനയെ അവിടുത്തെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന സിന്ധു അവിടുന്ന് ഈ വിവരം അറിഞ്ഞ് കടന്നു കളഞ്ഞു. അവരെ ബോംബെ എയർപോർട്ടിൽ വെച്ച് മരട് പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 പേരെ അറസ്റ്റ് ചെയ്ത് മരട് പോലീസിനെ ചോദ്യം ചെയ്തപ്പം മോഡലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ പോലെ തന്നെ ക്രിമിനലായ പൊന്നാനിയിലെ ഒരു സ്ത്രീയെ കൂടെ പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടാണ് അറിയുന്നത്. നമുക്ക് അലീനയും സിന്ധുവിനെ പറ്റിയൊക്കെ നേരത്തെ ചില വിവരങ്ങളുണ്ട്. എറണാകുളത്ത് അവിടെ കൊച്ചിയിലെ ഗുണ്ടാ സംഘവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരവിടെ കഴിയുന്നത്. മോഡലിങ്ങിനും ഇതുപോലത്തെ ലഹരിക്കടത്തിനും ഒക്കെ അവർക്ക് ഗുണ്ടാ സംഘങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സംഘങ്ങളുമായിട്ടാണ് ഇവർ ബന്ധപ്പെടുന്നത്. ഇവർ കൂടുതൽ പേർ ഇവരുടെ കെണിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് പരാതിപ്പെട്ട 2 സ്ത്രീകൾ പറയുന്നത്. ഏതായാലും വൻ സെക്സ് റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അലീനയെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ അവർ വലിയ പോഷായിട്ട് ജീവിക്കുകയാണ്. ഇവർ എറണാകുളത്തെ ഒരു സംഭവം, അവിടുത്തെ ഒരു ബാറിൽ അടിപിടി ഉണ്ടാകുകയും ആ ബാറിൽ സ്ഥിരം വന്ന് മദ്യം കഴിക്കുകയും അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന അലീനയും സിന്ധുവും അവിടെ വെച്ച് ചില ആൾക്കാരുമായിട്ട് തല്ലുണ്ടാകുകയും ഇവരുടെ കയ്യിൽ നിന്ന് ചില സാധനങ്ങൾ അവർ പിടിച്ചെടുത്തുകൊണ്ട് കാർ രക്ഷപ്പെടുകയും ഇവർ പുറകിൽ കാറ് ചേസ് ചെയ്ത് ആ കാർ ബ്ലോക്ക് ചെയ്ത് അവരെ കാറിൽ നിന്ന് ഇവരുടെ സാധനങ്ങൾ പിടിച്ചെടുത്ത ഒരു വയലൻസ് നടത്തിയ ഒരു സംഭവം എറണാകുളത്തുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ അലീനയും സിന്ധുവും ഒക്കെ ആയിരുന്നു. എറണാകുളത്ത് ചില ഗുണ്ടകളും ആ കൂടെ ഉണ്ടായിരുന്നു. അതിനവിടെ ഒരു കേസ് എടുത്തെങ്കിലും ആ കേസ് എങ്ങും എത്താതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകൾ കൃത്യമായി അന്വേഷണം നടത്തി അവരെയൊക്കെ ശിക്ഷിപ്പിക്കേണ്ട ബാധ്യത പോലീസിനുള്ളതാണ്. കാരണം പുരുഷന്മാരെ പോലെ തന്നെ ഡ്രഗ്സും വയലൻസും സെക്സ് റാക്കറ്റും അതുപോലെ തന്നെ ഗുണ്ടകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ധാരാളം സ്ത്രീകളിപ്പം കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് ഇത് തച്ചുടയ്ക്കണം. ഈ ബന്ധം നല്ലതല്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കാപ്പ ചുമത്താൻ എന്തുകൊണ്ട് പോലീസ് മടിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും പുതിയ ഗവൺമെൻറ് അതേപ്പറ്റി പഠിക്കും, അതെ പരിശോധിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം വളരെയധികം സ്ത്രീകൾ ഡ്രഗ്സ് അടിച്ചിട്ട് നേരെ കണ്ണൂരിൽ 2-3 സ്ത്രീകളുണ്ട് പോലീസിനെ ചവിട്ടുന്നതും തൊടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. സ്ത്രീകളാണ്, അവർ ഡ്രഗ്സ് അടിച്ചിട്ട് ആ യൂണിഫോം ഇട്ട പോലീസിനെ തൊഴിക്കുന്നതും കണ്ട്. ഇങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ അത് ചില എക്സ്ട്രാ നടികളുമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്, ഡ്രഗ്സ് അടിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കുറേ ലേഡീസ് കേരളത്തിലുണ്ട്. ഇവരെ എല്ലാം കാപ്പയിൽപ്പെടുത്തി അകത്ത് വിടണമെന്നാണ്. അവരുടെ കേസുകൾ എന്തായാലും സൂപ്പർവൈസ് ചെയ്യാൻ പ്രത്യേക സ്ക്വാഡ് ഉണ്ടായിരിക്കണം. കാരണം ഇങ്ങനെയുള്ള കേസ് പല തരത്തിലും പണം കൊടുത്തും സ്വാധീനിച്ച് റെഫർ ചെയ്യിച്ച് കഴിക്കുന്ന കാഴ്ചകളും നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം പുനഃപരിശോധിച്ച് അവയ്ക്ക് വേണ്ടതായ നടപടികൾ എടുക്കാനായിട്ട് പോലീസ് തയ്യാറാകണം. ആഭ്യന്തരമന്ത്രി അതിന് തയ്യാറാകും എന്നാണ് ഞാൻ കരുതുന്നത്.